എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ സെൻട്രൽ സർവീസിൽ നിന്നും റിട്ടയറായി. പ്രൊഫഷണലി ഞാൻ എഞ്ചിനീയറാണ്. പോപ്പുലർ വെഹിക്കിൾസുമായിട്ടുള്ള എൻ്റെ യാത്ര 2003 തുടങ്ങി. അന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു വാഗണാർ ഇവിടെ നിന്ന് എടുത്തു. അതിനുശേഷം ഞാൻ പല വണ്ടികളും മാറി. അതിൽ കൂടുതലും മാരുതി തന്നെയാണ്. ഇൻ ബിറ്റ്വീൻ ഞാൻ പോപ്പുലർ അല്ലാത്ത വേറൊരു ഡീലർഷിപ്പിൽ നിന്നും മാരുതിയുടെ ഒരു വണ്ടി എടുത്തു. അതിൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 3 months ബാക്ക് പോപ്പുലറിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഒരു ദിവസം എന്നെ വിളിക്കുകയും, അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ വണ്ടിയുടെ റെഫറൻസ് കിട്ടിയത്. അപ്പോൾ അവർ OLXൽ റെഫർ ചെയ്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ കൺസിക്യൂട്ടീവായിട്ട് പോപ്പുലറിൽ നിന്നും കസ്റ്റമർ എന്നുള്ള കെയർ ഓഫിൽ എന്നെ ബന്ധപ്പെടുകയും ഓഫറുകളും മറ്റു കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. ഇൻ ബിറ്റ്വീൻ വേറൊരിടത്തും ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോൾ അവിടെ എനിക്ക് വളരെ മോശമായ അനുഭവങ്ങളുണ്ടാകും. ഡെലിവറി ടൈമിൽ ഒരു പ്രത്യേകത പോപ്പുലറിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി, അതായത് ബില്ലിലുള്ള ട്രാൻസ്പെറൻസി, അത് എന്നെ വളരെയധികം ആകർഷിക്കുകയും അതുപോലെ തന്നെ ഈ വണ്ടി എടുക്കുന്ന സമയത്തുണ്ടായ ഒരു ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായില്ല. വണ്ടി ഞാൻ ബുക്ക് ചെയ്യുന്നത് മുതൽ എടുക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പോപ്പുലർ വെഹിക്കിൾസിൽ നിന്നും നല്ല സപ്പോർട്ട് കിട്ടുകയും വണ്ടി സുഗമമായി ഞാൻ സെപ്റ്റംബർ 30 പുതിയ ഒരു വാഗണാർ എടുക്കുകയും ചെയ്തു. അതിനാൽ സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ പോപ്പുലറിൽ നിന്നും എനിക്ക് നല്ല സഹകരണമാണ് വണ്ടി എടുക്കുമ്പോഴെല്ല കിട്ടുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ആൾറെഡി എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ഈ പോപ്പുലർ വെഹിക്കിൾസിൽ നിന്നും പുള്ളി വേറൊരു ഏജൻസി പോയതാണ്. അവരെ ഡൈവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വിടുകയും ഇവിടെ നിന്ന് ഒരു വണ്ടി എടുക്കാൻ പറയുകയും പുള്ളി ഇവിടെ ബുക്ക് ചെയ്യുകയും വൈകാതെ തന്നെ, അതായത് അടുത്ത ആഴ്ച ഹീ ഈസ് ടേക്കിംഗ് ദി ഡെലിവറി ഓഫ് ദാറ്റ് വെഹിക്കിൾ. ഇത്രയുമാണ് എനിക്ക് പോപ്പുലറിനെ പറ്റി പറയാനുള്ളത്.